പുതിയ പാർട്ടി രൂപീകരിക്കുന്നൊക്കെ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല രൂപീകരിക്കൽ. CPIM നിന്ന് മുമ്പ് രാഷ്ട്രീയ സംഘടന അഭിപ്രായ വ്യത്യാസം മൂലം പുറത്തു പോയവരൊക്കെ പാർട്ടികൾ ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെയൊക്കെ ഗതി എന്തായി എന്ന് എല്ലാവർക്കും അറിയാം. അതുമാത്രമല്ല, കോൺഗ്രസ് നിന്ന് പുറത്തുപോയി കരുണാകരനും മുരളീധരനും കൂടി പാർട്ടി ഉണ്ടാക്കി. അതിൻ്റെ ഗതി എന്തായി? അതൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അത് ഇപ്പോൾ പറയാറായിട്ടില്ല. CPIM-നെ ദുർബലപ്പെടുത്തുക എന്നത് ഒരു വലിയ അജണ്ടയാണ് കമ്മ്യൂണിസ്റ്റ് വിരോധികൾക്ക്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികൾക്ക്. കിട്ടുന്ന ഏതായുധവും CPM-നെതിരായി തിരിച്ചുവിടുക, CPIM-നെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ പ്രചാരവേല നടത്തുക, ഇതെല്ലാം കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി കണ്ടുവരികയാണ്. സംസ്ഥാനത്ത് തിരുവനന്തപുരം വിമാനത്താവളം ആസ്പദമായി നടന്ന സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പ്രചാരവേലകൾ എവിടെ എത്തി അവസാനം? കേരളയിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, AI ക്യാമറ സ്ഥാപിച്ചതിൽ അഴിമതിയുണ്ട് എന്ന് വന്ന പ്രചാരവേല, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. ചിലതിലൊക്കെ ചില അന്വേഷണ ഏജൻസികൾ വന്ന് അന്വേഷണം നടത്തി. അന്വേഷണം നടത്തുമ്പോൾ പിന്നെ പറയുന്നത് അന്വേഷണ ഏജൻസികളെ സ്വാധീനിച്ചു എന്നാണ്. ഇതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ചില പ്രചാരവേലകളാണ്. ഇതെല്ലാം LDF-നെ അപകീർത്തിപ്പെടുത്താനും LDF-ന് നേതൃത്വം നൽകുന്ന CPIM-നെ ദുർബലപ്പെടുത്താനുമുള്ള നീക്കങ്ങളാണ്. ഇതിൻ്റെ പ്രധാന കാരണം ഇന്ത്യയിൽ നവോദാരവൽക്കരണ നയങ്ങൾക്ക് ബദൽ ഉയർത്തുന്ന പ്രസ്ഥാനമാണ് LDF. ലോകം മുഴുവൻ ആഗോളവൽക്കരണ നയം നടപ്പാക്കുമ്പോൾ കേരളത്തിൽ നടപ്പാക്കുന്നില്ല. ഈ ബദലിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാമ്രാജ്യത്വ ശക്തികളും മുതലാളിത്തവും അനുവദിക്കില്ല എന്ന ഒരു നിലപാടാണ് അവർക്കുള്ളത്. അതിൻ്റെ ഭാഗമാണിതെല്ലാം. ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങളത് പാർട്ടി അണികളെ പഠിപ്പിക്കുന്നുണ്ട്, തൊഴിലാളികളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ള ആളുകൾ കരുതുന്നത് പോലെ എളുപ്പത്തിൽ ഈ പ്രസ്ഥാനത്തെ ദുർബലമാക്കാനൊന്നും സാധിക്കില്ല.